السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله وسلم على خير خلقه ورسله محمد وآله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إنما أدعو ربي ولا أشرك به أحدا إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ കുവൈത്ത് കേന്ദ്രീകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ത്രൈമാസ ആദർശ ക്യാമ്പയിൻ്റെ ഭാഗമായി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടിയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ അവസരം ലഭിച്ചതിൽ പടച്ചറപ്പിനെ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇതൊരു സൽക്കർമ്മമായി പറയുന്നവർക്കും കേൾക്കുന്നവർക്കും സംഘടിപ്പിക്കുന്നവർക്കുമെല്ലാം പരലോകത്ത് അനുകൂലമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഒരു മനുഷ്യൻ ഇസ്ലാമിക സമൂഹത്തിലേക്ക് കടന്നു വരുന്നത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യസാക്ഷ്യത്തിൻ്റെ വക്താക്കളായിക്കൊണ്ടാണ്. നമുക്ക് ജീവിതവും ജീവിതോപാധികളും നമ്മളാരും ചോദിക്കാതെ തന്നെ നമുക്ക് നൽകിയ വായുവും വെള്ളവും വെളിച്ചവും ഭക്ഷണവും ഊർജവും നമുക്ക് വേണ്ടി നേരത്തെ തന്നെ ഇവിടെ ഒരുക്കി വെച്ച, നമ്മുടെ ആരുടെയും അനുമതി കൂടാതെ ഈ മണ്ണ് നമുക്ക് പാകപ്പെടുത്തി തന്ന, നമുക്കൊരു മേൽക്കൂരയായി ഉപരിലോകത്തെ സംവിധാനിച്ച് ചൂടും തണുപ്പും എല്ലാ തരത്തിലുമുള്ള കാലാവസ്ഥകളും നൽകി നമ്മെ അനുഗ്രഹിച്ച, നമുക്ക് വേണ്ടതെല്ലാം ഈ ഭൂമിയിൽ ഉൽപ്പാദിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്ന് നമ്മെ ഊട്ടുന്നു. നമ്മുടെ ആനന്ദത്തിനും നമ്മുടേതായ പിൻഗാമിത്വത്തിനും വേണ്ടി സന്താനങ്ങൾ നൽകുന്നു. മനുഷ്യ ശരീരത്തിൻ്റെ കോടിക്കണക്കിന് കോശങ്ങളെ അന്യൂനമായി നിലനിർത്തുകയും പരിവർത്തിപ്പിക്കുകയും പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്യുന്നു. ആന്തരികവും ബാഹ്യവുമായ ഒട്ടനേകം അവയവങ്ങളെ കുറ്റമറ്റ വിധത്തിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ മനുഷ്യജാതിയും വർഗവും വർണ്ണവുമൊക്കെ അവൻ്റെ തലമാണ്. പക്ഷെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും അവനറിയാവുന്ന ഏതു ഭാഷയും ഏതു നാട്ടിൽ നിന്നും ഉറക്കയും പതുക്കയും
വിളിക്കാവുന്ന, പ്രാർത്ഥിക്കാവുന്ന, പ്രതീക്ഷിക്കാവുന്ന അനുഗ്രഹദാതാവ് അവനാണ് പടച്ചതമ്പുരാൻ. നമ്മുടെ ആരാധനകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ തേട്ടങ്ങൾ, നമ്മുടെ പ്രതീക്ഷകൾ അവനിൽ മാത്രമായിരിക്കണം എന്ന അടിസ്ഥാന ആദർശമാണ് നമ്മുടെ സാക്ഷ്യവാക്യത്തിൻ്റെ പൊരുൾ. അതിന് സാക്ഷികളായിക്കൊണ്ടാണ് ഓരോ മനുഷ്യനും മുസ്ലിം സമൂഹത്തിൻ്റെ മെമ്പറായി, അതിൻ്റെ വക്താവായി, പ്രയോക്താവായി ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഈ മഹത്തായ ആദർശത്തിലേക്ക് മനുഷ്യകുലത്തെ ക്ഷണിക്കുവാൻ വേണ്ടി പടച്ചതമ്പുരാൻ ഒട്ടനേകം പ്രവാചകന്മാരെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആദിമ പ്രവാചകൻ മുതൽ അന്ത്യപ്രവാചകൻ വരെ ലോകത്തിൻ്റെ മുമ്പിൽ പഠിപ്പിച്ചിരിക്കുന്ന മനുഷ്യന്റെ മാർഗദർശനത്തിൻ്റെ അടിത്തറ ഏകദൈവാരാധനയാണ്. അതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആലോചിക്കണം. ആത്യന്തികമായി തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും നന്മയുടെ വാഹകരാക്കി മാറ്റുകയും ചെയ്യുക എന്ന ദൗത്യമാണ് പ്രവാചകന്മാർക്കുള്ളത്. എവിടെ നിന്നാണ് തിന്മ ഉത്ഭവിക്കുന്നത് എന്നും തിന്മയുടെ അടിത്തറ എവിടെയാണ് ഊട്ടപ്പെട്ടിരിക്കുന്നത് എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ നുള്ളിക്കളയുവാനും നിഷ്കാസനം ചെയ്യുവാനുമുള്ള പ്രവർത്തനങ്ങൾക്കാണ് സ്വാഭാവികമായും പ്രവാചകന്മാർ ആദ്യമായി പരിശ്രമിച്ചിട്ടുള്ളത്. നമ്മുടെ സാക്ഷ്യവചനത്തിന്റെ ആദ്യ ഭാഗം അതാണ്. ലോകത്ത് ജീവിച്ചിരിക്കുന്ന മുഴുവൻ മനുഷ്യന്മാരും നിരീശ്വര നിർമ്മത ഭൗതിക യുക്തിവാദികളൊന്നുമല്ല. അത് പേരിന് മാത്രമേ ഉള്ളൂ. ഇന്ന് ജീവിച്ചിരിക്കുന്ന, ഇന്നലെ ജീവിച്ച, കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞു പോയിരിക്കുന്ന മനുഷ്യകുലത്തിന്റെ 99.25% ദൈവവിശ്വാസികളാണ്. സൃഷ്ടാവായി, സംരക്ഷകനായി, സംഹാരകനായി ജീവിതം നൽകി മണ്ണും വിണ്ണും നമുക്ക് വേണ്ടി ഒരുക്കിയവനാരെന്ന ചോദ്യത്തിന് ഈ പ്രപഞ്ചത്തിലെ കോടിക്കണക്കിന് മനുഷ്യന് പറയാനുള്ള ഉത്തരം അത് പടച്ചതമ്പുരാനെന്നാണ്. അത് ഏത് ഭാഷയിൽ, ഏത് പേരിട്ട് വിളിച്ചാലും. എന്നാൽ അതേ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ എങ്ങനെയാണ് വിവിധ ചേരികളിലേക്ക് തിരിഞ്ഞത്? എങ്ങനെയാണ് വിവിധ ആദർശങ്ങളുടെ വക്താക്കളായത്? എങ്ങനെയാണ് അവർ തിന്മകളുടെ, അക്രമത്തിന്റെ, അധർമ്മത്തിന്റെ, അനീതിയുടെ, അരാജകത്വത്തിന്റെ വക്താക്കളായി മാറിയത്? ദൈവവിശ്വാസം ഒരു മനുഷ്യനെ ആ വഴിക്ക് സഞ്ചരിപ്പിക്കുമോ? മതങ്ങളെല്ലാം ദൈവവിശ്വാസത്തിന്റെ കൂടെ മറ്റൊരു ലോകത്തെക്കുറിച്ച്, മറ്റൊരു ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളും ആശങ്കകളും പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ലോകത്ത് കടന്നു ചെല്ലുമ്പോൾ ഇന്നത്തെ ഹ്രസ്വമായ ജീവിതത്തിനപ്പുറം വരാനിരിക്കുന്ന അനന്തവിശാലമായ ജീവിതം ഭാസുരമാകാം. അവിടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാതിരിക്കുവാൻ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുക സ്വാഭാവികമാണ്. അതിന് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, കുറുക്കു വഴികളൊന്നുമില്ല. ആ വഴി ഏതൊരു മനുഷ്യനും നന്മയുടെ വക്താവായി മാറുക എന്നതാണ്. എന്താണ് നന്മയെന്ന് തിരിച്ചറിയുകയും അതിൻ്റെ വക്താവും പ്രയോക്താവുമായി മാറുക എന്നതാണ് ഒരു മനുഷ്യന് പാരത്രിക ലോകത്തെ സ്വർഗീയ സുഖലോലുപതയുടെ വക്താവായി മാറുവാനുള്ള അടിസ്ഥാനപരമായിരിക്കുന്ന കാരണം, അതിൻ്റെ നേതാവ്. അതോടൊപ്പം മനുഷ്യനെ ദുഷിപ്പിക്കുന്ന സകലമാന തിന്മകളിൽ നിന്നും അവന് വേറിട്ട് നിൽക്കുവാൻ സാധിക്കണം. ഇതാണ് മതത്തിന്റെ അടിത്തറ. എന്നാൽ ഈ അടിത്തറ വിട്ട് ദൈവവിശ്വാസികൾ അങ്ങനെ പോയി. ദൈവവിശ്വാസികളിൽ ഭൂരിപക്ഷം വരുന്ന ആളുകൾ വിശ്വസിക്കുന്നത് നമ്മൾ എന്തൊക്കെ പാപങ്ങൾ ചെയ്താലും, എന്തൊക്കെ തിന്മകൾ ചെയ്താലും, എന്തൊക്കെ നന്മകൾ ചെയ്യാതിരുന്നാൽ നാളെ പടച്ചവന്റെ കോടതിയിൽ നമ്മളെ രക്ഷപ്പെടുത്തിയെടുക്കുവാൻ ചില ശക്തികൾക്കും വ്യക്തികൾക്കും സാധിക്കുമെന്നാണ്. ആ വിശ്വാസമാണ് മനുഷ്യനെ തിന്മയിലേക്ക് നയിച്ചത്. മാസാമാസങ്ങളിൽ ഒരു പ്രത്യേക ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി അവിടെയുള്ള വിഗ്രഹത്തിൽ പൂജ അർപ്പിച്ച് അതിനോട് പ്രാർത്ഥിച്ച് നൈവേദ്യം സമർപ്പിച്ച് വേണമെങ്കിൽ ഒരു തുലാഭാരവും നടത്തിയാൽ ഒരു മാസക്കാലത്തെ സകല പാപങ്ങളും പരിഹരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്ന മനുഷ്യന് ഒരിക്കലും പാപങ്ങളിൽ നിന്ന് ആത്യന്തികമായി രക്ഷപ്പെടുത്തുവാൻ ഒരു പ്രവാചകനും കഴിയില്ല. മനുഷ്യന്റെ മുഴുവൻ പാപങ്ങളും ഏറ്റെടുത്തുകൊണ്ടാണ്
മനുഷ്യപുത്രൻ എന്ന പേരിൽ ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു പ്രവാചകൻ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവർ അവന്റെ ജീവിതത്തിൽ പാപങ്ങൾ പൂർണ്ണമായി എടുത്തു കളയുവാൻ സാധിക്കുകയില്ല. തങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഏറ്റെടുക്കുവാൻ എത്ര തിന്മയിൽ വർത്തിക്കുന്ന ആളുകളാണെങ്കിലും, എന്തുമാത്രം അപച്യുതികളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും, അവരുടെ പാപങ്ങളൊക്കെ ഏറ്റെടുക്കുവാൻ ചില വലിയ മുരീദ് ബന്ധങ്ങളിലൂടെ ചില ആളുകൾക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവൻ അവൻ മുസ്ലിം സമൂഹത്തിന്റെ പ്രതിനിധി എന്ന പേരുള്ളത് കൊണ്ട് മാത്രമൊന്നും അവനെ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ ആർക്കും സാധിക്കുകയില്ല. എന്നാൽ ഈ ഒരു അവസ്ഥയാണ് പ്രവാചകന്മാർ ആദ്യമായി പുഴയിലെ നുള്ളാൻ ശ്രമിച്ചത്. അത് നുള്ളുമ്പോൾ സ്വാഭാവികമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. ലോകത്ത് കടന്നു വന്നിരിക്കുന്ന പ്രവാചകന്മാരെ പരിചയപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ വിഷയം പറഞ്ഞു. നിങ്ങൾക്ക് ഏറ്റവും ബന്ധമുള്ള, നിങ്ങൾക്ക് ഏറ്റവും അധികം ബന്ധപ്പെടുവാൻ സാധിക്കുന്ന തരത്തിലാണ് വലിയ വലിയ മഹാന്മാരും പ്രവാചകന്മാരും വലിയുകളും മുനിമാരും മഹർഷിമാരും ഒക്കെ നിലനിൽക്കുന്നത് എങ്കിൽ അവർക്ക് അവരുമായി ഏറ്റവും അടുത്ത ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന ആളുകളെ പോലും പരലോകത്തെ രക്ഷപ്പെടുത്തുവാൻ കഴിയുകയില്ല എന്ന അടിസ്ഥാന വിഷയം പഠിപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ രംഗത്ത് വന്നത്. പരലോകത്ത് നരകാവകാശികളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ അതിലെ ഏറ്റവും പ്രധാന പ്രയോറിറ്റി കൊടുക്കപ്പെടുന്നവരും അതിന്റെ മുമ്പിൽ നിൽക്കുന്നവരും നരകത്തിന്റെ കൊടിവാഹകരായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് പ്രവാചക തിരുമേനിയെ അങ്ങേയറ്റം ആക്രമിച്ചിരിക്കുന്ന അബൂജഹലിനെ പോലെയുള്ള ആളുകളെയല്ല, ഫിർഔനെയോ നമ്രൂദിനെയോ അല്ല, മറിച്ച് പടച്ചവന്റെ മാർഗത്തിലേക്ക് മനുഷ്യകുലത്തെ ക്ഷണിക്കുവാൻ വേണ്ടി ജീവിതത്തെ മാറ്റിവെച്ചിരിക്കുന്ന രണ്ട് പ്രവാചകന്മാരുടെ സഹധർമ്മിണിമാർ ഖുർആൻ വരച്ചു കാണിച്ചു. ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത് കാനതാ തഹത അബ്ദൈൻ മിൻ ഇബാദിനാ സ്വാലിഹൈൻ ഫഖാനതഹുമാ ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ വഖീല ദഖുലൻ നാറ മഅദ്ദാഖിലീൻ. നരകാവകാശികളുടെ മാതൃകയായി, സത്യനിഷേധികളുടെ മാതൃകയായി, നാളെ നരകത്തിൽ നിന്ദരായി പ്രവേശിക്കുന്നവരുടെ മാതൃകയായി, അവരുടെ കൊടിവാഹകരായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് 950 കൊല്ലം ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് മനുഷ്യരെ ക്ഷണിച്ചിരിക്കുന്ന നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യയെ, കൂടെ പറഞ്ഞത് ലൂത്ത് നബിയുടെ ഭാര്യയെ. ഇവർ തമ്മിലുള്ള ബന്ധം ഖുർആൻ തന്നെ പറയുന്നു. കാനതാ തഹത അബ്ദൈൻ മിൻ ഇബാദിനാ സ്വാലിഹൈൻ. എനിക്ക് എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട സൽവൃദ്ധരായ 2 അടിമകളുടെ കീഴിലാണ് അവർ ജീവിച്ചത്. കേട്ടുകൾ